എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 11ഉം 12ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനും അതിസുന്ദരമായിട്ട് വിശ്വകർമാവിനാൽ പണി കഴിപ്പിച്ചതായ ആ ദ്വാരകയിൽ ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് യാദവന്മാരും എല്ലാവരും സുഖമായിട്ട് താമസിച്ചു. ദ്വാരകയുടെ സൗന്ദര്യം മുഴുവനും വർണ്ണിച്ചു. അതിനുശേഷം ഇനി വിവാഹത്തിലേക്ക് കടക്കുകയാണ്. അതിലാദ്യം ബലരാമൻ്റെ പിന്നെ ശ്രീകൃഷ്ണൻ്റെ അങ്ങനെയുള്ള ആ ക്രമം പാലിച്ചുകൊണ്ടാണ് വർണ്ണിക്കുന്നത്. ബലരാമൻ്റെ വിവാഹ കാര്യത്തെ പറ്റിയിട്ട് കഴിഞ്ഞ സർഗത്തിലൊന്ന് പറഞ്ഞിരുന്നു. ബ്രഹ്മാവ് ഒരു സൂചന കൊടുത്തിരുന്നു. അതുതന്നെയാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 11ാമത്തെ ശ്ലോകം നോക്കാം. രാമോ ജരാസന്ധജയേന ഭൂമൗ സംഭാവനാ ഭൂമിരഭൂജനാനാം രഘുപ്രവീരഃ പ്രഥമേന്യുദ്ധേ യഥാ ദശഗ്രീവ വിനിഗ്രഹേണ. നമുക്കാദ്യം പദച്ഛേദം പറയാം. രാമ ജരാസന്ധജയേന ഭൂമൗ സംഭാവനാ ഭൂമി അഭൂത് ജനാനാം രഘുപ്രവീര പ്രഥമേ അഹ്നി യുദ്ധേ യഥാ ദശഗ്രീവ വിനിഗ്രഹേണ. ബലരാമന് വന്നു ചേർന്നതായ ആ പ്രസിദ്ധി, ജനങ്ങളുടെ ഇടയിൽ വന്നതായിട്ടുള്ള സമ്മിതി, അതിനെ പറ്റിയിട്ടാണ് പറയണത്. യഥാ ഭൂമൗ, എപ്രകാരമാണോ ഭൂമിയിൽ, യുദ്ധേ പ്രഥമേ അഹ്നി, യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം. ബലരാമൻ്റെ യുദ്ധത്തിൻ്റെ കാര്യമല്ല പറയണത്, ശ്രീരാമൻ്റെ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയണത്. പ്രഥമേ അഹ്നി, ആദ്യത്തെ ദിവസം. രഘുപ്രവീര, രഘുപ്രവീരൻ എന്ന് പറഞ്ഞാൽ രാഘവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രാമൻ എന്നർത്ഥം. ശ്രീരാമൻ ദശഗ്രീവ വിനിഗ്രഹേണ, ദശഗ്രീവനെ വിനിഗ്രഹം എന്ന് പറഞ്ഞാൽ നിഗ്രഹം തന്നെ, വധിച്ചതുകൊണ്ട് ദശഗ്രീവനെ വധിക്കാൻ ശ്രീരാമന് കുറേയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ടൊക്കെ വന്നു. നേരിട്ടുള്ള യുദ്ധത്തിലൊന്നും ദശഗ്രീവൻ, രാവണൻ തോറ്റില്ല. അവസാനം നാഭിഭാഗത്തുള്ളതായ അമൃതെടുത്ത് കളഞ്ഞിട്ടാണ് 10 തലകളും അരിഞ്ഞു വീഴ്ത്തി ദശകണ്ഠനെ അഥവാ രാവണനെ ശ്രീരാമൻ വധിച്ചത്. അതിന് പ്രത്യേകമായിട്ടുള്ള അഗസ്ത്യൻ്റെ ഉപദേശവും അതുപോലെ സൂര്യൻ കൊടുത്ത തേരിൽ പോക്കുമൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ പല സന്നാഹങ്ങളും സജ്ജീകരണങ്ങളുമായിട്ട് ചെന്നപ്പോഴാണ് ശ്രീരാമന് രാവണനെ വധിക്കാൻ സാധിച്ചത്. അങ്ങനെ ആരെക്കൊണ്ടും പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം ശ്രീരാമൻ ചെയ്തത് കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവണൻ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിനെ മുഴുവനും കരയിച്ചിട്ടേ ഉള്ളൂ. രാവയതി ഇതി രാവണ എന്നാണ്. രാവയതി എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുക, ശബ്ദമുണ്ടാക്കിപ്പിക്കുക. ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെറും ശബ്ദങ്ങളല്ല, അയ്യോ അമ്മയെ രക്ഷിക്കണേ തുടങ്ങിയിട്ടുള്ളതായ ശബ്ദങ്ങൾ ഉണ്ടാക്കിപ്പിക്കുന്നവൻ, മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ കരയിപ്പിക്കുന്നവൻ. ആ അർത്ഥത്തിലാണ് രാവണൻ എന്നുള്ള പേര് അയാൾക്ക് കിട്ടിയത്. ആ രാവണനെ വധിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ചിരകാല മോഹമായിരുന്നു. അതാണ് ശ്രീരാമൻ യുദ്ധത്തിൽ ചെയ്തത് അന്നത്തെ ദിവസം. അതാണ് ദശഗ്രീവ വിനിഗ്രഹേണ തഥാ, എപ്രകാരമാണോ ശ്രീരാമന് വളരെയധികം പ്രശംസകളും ജനസമ്മിതിയുമൊക്കെ കിട്ടിയത്, അപ്രകാരം ജരാസന്ധജയേന, ജരാസന്ധനെ ജയിച്ചതുകൊണ്ട്. ഇവിടെ തൃതീയ കാരണമായിട്ട് പറയാണ്. ജരാസന്ധജയേന, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഭീകരനായിട്ടുള്ള ഒരു രാക്ഷസ രാജാവായിരുന്നു ജരാസന്ധൻ. മഗധ അടക്കി വാണിരുന്ന രാജാവ്. അയാളെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട്, അതിൽ ഏറ്റവും വിശേഷിച്ച ബലരാമൻ തന്നെയാണ്, അവരൊക്കെ കൂടിയിട്ട് തോൽപ്പിച്ചതുകൊണ്ട്. അതാണ് കവി പറയണത്. ജരാസന്ധജയേന രാമ ജനാനാം സംഭാവനാ ഭൂമി അഭൂത്. ജരാസന്ധനെ ജയിച്ചതുകൊണ്ട് രാമൻ ബലരാമൻ എന്നർത്ഥം. ബലരാമൻ ജനാനാം, അവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും, യാദവന്മാരുടെയും മറ്റു ജനങ്ങളുടെയും ഒക്കെ തന്നെ സംഭാവനാഭൂമി അഭൂത്. സംഭാവനാഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും സംഭാവനയ്ക്ക് അല്ലെങ്കിൽ പൂജയ്ക്ക് ബഹുമാനത്തിന് ഒക്കെ പാത്രീഭവിച്ചു. ബലരാമനോട് ജനങ്ങൾക്കുണ്ടായിരുന്നതായ ബഹുമാനം അല്ലെങ്കിൽ ആദരവ് ഒക്കെ നല്ലവണ്ണം വർദ്ധിച്ചു. മുമ്പുണ്ടായിരുന്നതിനേക്കാളും വളരെയധികം കൂടി എന്നാണ് പറഞ്ഞു വരുന്നത്. ജരാസന്ധനെ തോൽപ്പിച്ചതുകൊണ്ട്. ജരാസന്ധനെ വധിച്ചില്ല, ദശകണ്ഠനെ, രാവണനെ ശ്രീരാമൻ വധിച്ചു. ജരാസന്ധനെ ഇവിടെ തോൽപ്പിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ
സന്തോഷമായി വൻ പിന്തുണ, ജനങ്ങളുടെ വലിയൊരു പിന്തുണയും സമ്മിതിയുമൊക്കെ ജനസമ്മിതിയുമൊക്കെ ബലരാമന് ലഭിച്ചു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 12ാമത്തെ ശ്ലോകം നോക്കൂ. തസ്മൈ ജഗദ്വിശ്രുത വൈഭവായ രാമായ രാജീവവിലോചനായ അധിക്ഷദാനർത്ഥപതിസ്തനൂജാം സ്വാം രേവതീം രേവതനാമധേയ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തസ്മൈ ജഗദ്വിശ്രുത വൈഭവായ രാമായ രാജീവവിലോചനായ അധിക്ഷത് ആനർത്തപതി തനൂജാം സ്വാം രേവതീം രേവതനാമധേയ. സംസ്കൃതത്തിൽ രേവതനാമ എന്നല്ല നാഭധേയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന തകരാറാണ്, അക്ഷരത്തെറ്റാണ്. നാമധേയ എന്നാണ് എന്ന് പേരുള്ള, രേവതൻ എന്ന് പേരുള്ള. രേവതി എന്ന് പറഞ്ഞ രാജകുമാരിയാണ് ബലരാമൻ വിവാഹം കഴിച്ചത്. രേവതിയുടെ അച്ഛനാണ് രേവതൻ. അതാണ് പറഞ്ഞു വരണത്. രേവതനാമധേയ ആനർത്തപതി. രേവതൻ എന്നു പേരുള്ള ആനർത്ത രാജ്യത്തിൻ്റെ രാജാവ്, അതാണ് ആനർത്തപതി. രാജീവവിലോചനായ ജഗദ്വിശ്രുത വൈഭവായ തസ്മൈ രാമായ. തസ്മൈ രാമായ, ആ രാമനായിക്കൊണ്ട്, രാമന് വേണ്ടിയിട്ട്. എങ്ങനെയുള്ള രാമനാണ്? രാജീവവിലോചനനാണ്, ജഗദ്വിശ്രുത വൈഭവനുമാണ്. രാജീവവിലോചന എന്ന് പറഞ്ഞാൽ രാജീവം താമര, താമര പോലെ വിടർന്ന കണ്ണുകളോടുകൂടിയവൻ, താമര ഇതൾ പോലെ നീണ്ട കണ്ണുകളോടുകൂടിയവൻ രാജീവവിലോചനൻ. അതുപോലെ തന്നെ ജഗദ്വിശ്രുത വൈഭവൻ. വൈഭവം എന്ന് പറഞ്ഞാൽ പ്രാഗൽഭ്യം, മിടുക്ക്, സാമർഥ്യം, ദക്ഷത, അതൊക്കെ എന്താണ് സംഭവിച്ചത്? അതൊക്കെ വളരെയധികം പ്രസിദ്ധമായി. ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തോടു കൂടിയിട്ട് ബലരാമൻ്റെ കഴിവുകൾ തെളിയിക്കപ്പെടുക ചെയ്തത്. എല്ലാവർക്കും ബലരാമനെ പറ്റിയിട്ടുള്ള ഒരു താല്പര്യം, ബലരാമനോടുള്ള സ്നേഹവും ആദരവും ഒക്കെ കൂടി ജരാസന്ധനോട് ഏറ്റുമുട്ടിയപ്പോൾ. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങനെ ജഗത്തിൽ മുഴുവനും വിശ്രുതി നേടിയ, അതായത് ജഗത്തിൽ മുഴുവനും പരന്നതായ വൈഭവം, കഴിവ്, മിടുക്കോടുകൂടിയ അങ്ങനെയുള്ളവനായ രാമായ. തസ്മൈ രാമായ. കാണാനും നല്ല അഴകുണ്ട്, നല്ല വീരശൂര പരാക്രമിയുമാണ്. അതാണ് ആ 2 വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജീവ വിലോചനൻ, മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെയാണ്. പോരാത്തതിന് ബലരാമൻ്റെ ശരീര സൗന്ദര്യത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട. വളരെ ബലിഷ്ഠനായിരുന്നു, അതുകൊണ്ട് തന്നെ ശരീരവും അതുപോലെ തന്നെ സുന്ദരമാണ്. അതുപോലെ നല്ല കീർത്തിയും ലഭിച്ചു, ലോകം മുഴുവനും പ്രസിദ്ധനായി ജരാസന്ധനെ തോൽപ്പിച്ചതോടു കൂടിയിട്ട്. അങ്ങനെ ജഗദ്വിശ്രുത വൈഭവായ തസ്മൈ രാമായ സ്വാം തനൂജാം, തൻ്റെ മകളെ, തനൂജ തനുവിൽ നിന്ന് ജനിച്ചവൾ, തനൂജ മകള്, തൻ്റെ മകളെ, രേവതീം, മകളുടെ പേരാണ് രേവതി എന്ന്, രേവത രാജാവിൻ്റെ മകള് രേവതി, രേവതിയും അധിക്ഷത്, രേവതിയെ നൽകുകയുണ്ടായല്ലോ. അതാത് എന്നൊക്കെയാണ് അർത്ഥം, നൽകി. വിവാഹത്തിൽ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ബലരാമന് ആനർത്തപതിയായിട്ടുള്ള രേവതൻ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് പറയണത്. ഇനി ആ വിവാഹത്തിനെ പറ്റിയിട്ട്, വിവാഹത്തിൻ്റെ മംഗളങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിലാണ് പറയണത്. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. രാമോ ജരാസന്ധജയേന ഭൂമൗ സംഭാവനാ ഭൂമിരഭൂജനാനാം രഘുപ്രവീരഃ പ്രഥമേന്ഹി യുദ്ധേ യഥാ ദശഗ്രീവ വിനിഗ്രഹേണ. തസ്മൈ ജഗദ്വിശ്രുത വൈഭവായ രാമായ രാജീവവിലോചനായ അധിക്ഷദാനർത്ഥപതിസ്തനൂജാം സ്വാം രേവതീം രേവതനാമധേയ. അങ്ങനെ വീരശൂര പരാക്രമികളായിട്ടുള്ള കഴിവും, കണ്ടാലുമൊക്കെ മിടുക്കന്മാരായിട്ടുള്ള നല്ല കഴിവും കാണാൻ ഒത്ത സൗന്ദര്യവുമുള്ളതായ 2 യുവാക്കന്മാർ, അവരുടെ യുദ്ധ നൈപുണ്യവും പരാക്രമശീലവുമൊക്കെയാണ് ഇതുവരെ വർണ്ണിച്ചത്. അത് കണ്ടിട്ട് തന്നെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിവാഹാലോചനകൾ നടക്കാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ആരംഭമാണ്. അങ്ങനെ ബ്രഹ്മാവ് തന്നെയാണ് ഇടപെട്ടിട്ട് ആനർത്ത രാജാവിൻ്റെ മകളെ ബലരാമന് വിവാഹം കഴിച്ചു കൊടുത്തത്. അടുത്തത് ശ്രീകൃഷ്ണൻ്റെ ഊഴാണ്. അത് അടുത്ത ശ്ലോകങ്ങളിൽ പറയും. രുക്മിണി വിവാഹത്തിനുള്ള പുറപ്പാടാണ് അടുത്തതായിട്ട് പറയണത്.
സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.